Hi friends, Brilliant Day മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. This is Nithin and you are watching Brilliant TV. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് നിൽക്കുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിത് പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. സാധാരണഗതിയിൽ LD ലെവലിലും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനേഷനൊക്കെ സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ്. ഫിസിക്സിൽ നിന്നും പ്രത്യേകിച്ച് ന്യൂക്ലിയർ ഫിസിക്സിൽ നിന്നും ചോദിക്കാൻ വരാറുണ്ട്. ആണവ ഫിസിക്സ്, ആണവ ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് നമ്മളിന്ന് നോക്കുന്നത്. അതൊരു സുപ്രധാനമായ LD ലെവലിൽ ഒരിക്കൽ ചോദിച്ച ചോദ്യം, ഡിഗ്രി ലെവലിലും ചോദിച്ച ചോദ്യം, സ്റ്റാഫ് സെലക്ഷൻ എക്സാമിനേഷൻ ചോദിച്ച ചോദ്യമാണ്. ഇതെല്ലാം ഓർത്തിരിക്കുക. സ്റ്റാഫ് സെലക്ഷൻ ചോദിച്ചു, പിന്നെ ഡിഗ്രി ലെവലിലേക്ക് വന്നു, പിന്നെ LD ലെവലിലേക്ക് ആ ചോദ്യം മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ചോദ്യം അതിനോടനുബന്ധിച്ച മറ്റു ചില വിവരങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വഴിയില്ല. ദ ടെക്നിക് യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഏജ് ഓഫ് കേവ്സ് ആൻഡ് സീ ആനിമൽസ്. സീ ആനിമൽസ് ആൻഡ് കേവ്സ്, ഗുഹകളുടെ വയസ്സും അതുപോലെ തന്നെ കടലിൽ ജീവിക്കുന്ന മൃഗങ്ങളുടെ വയസ്സും തിരിച്ചറിയുന്ന അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക് എന്ന് പറയുന്ന പേര് എന്തെന്ന് ഒരിക്കൽ ചോദിച്ചിരുന്നു. എടുത്തു പറയാൻ LDക്ക് ചോദിച്ചാണ്, അതുപോലെ തന്നെ VO പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പിന്നെ നോക്കുകയാണെങ്കിൽ ഡിഗ്രി ലെവലിലും ചോദിച്ചിട്ടുണ്ട്, SSC സ്റ്റാഫ് സെലക്ഷൻ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലിന് എക്സാമിനേഷൻ ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം അറിയാതെ ശ്രദ്ധിക്കുക. യുറാനിയം തോറിയം ഡേറ്റിംഗ്. യുറാനിയം തോറിയം ഡേറ്റിംഗ് എന്നാണ് ദ ടെക്നിക് യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഏജ് ഓഫ് കേവ്സ് ആൻഡ് സീ ആനിമൽസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. എന്നാൽ ഇതിന് മറ്റു ചില ഓപ്ഷൻ ആയിരുന്നു റുബീഡിയം സ്ട്രോംഷ്യൻ ഡേറ്റിംഗ്, അതുപോലെ തന്നെ യുറാനിയം ഡേറ്റിംഗ്. ഇതൊക്കെ എന്താ വ്യത്യാസം നോക്കാം. അതുപോലെ തന്നെ കാർബൺ ഡേറ്റിംഗ്. ഈ നാല് തമ്മിലുള്ള വ്യത്യാസം നോക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് ചോദ്യങ്ങളായിട്ട് വരാൻ നോക്കാം. റുബീഡിയം സ്ട്രോംഷ്യൻ ഡേറ്റിംഗിനെ പറ്റി ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. ദ ടെക്നിക് യൂസ്ഡ് ഫോർ ഫൈൻഡിംഗ് ദ ഏജ് ഓഫ് റോക്സ്. ഓർത്തിരിക്കുക, പാറക്കഷ്ണങ്ങളെ അല്ലെങ്കിൽ റോക്കുകളുടെ ഏജ് ഓഫ് റോക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ റുബീഡിയം സ്ട്രോംഷ്യൻ ഡേറ്റിംഗ് ഉപയോഗിക്കുന്നത്. ദ ടെക്നിക് യൂസ്ഡ് ഫോർ ഫൈൻഡിംഗ് ദ ഏജ് ഓഫ് റോക്സ്. എന്നാൽ എന്തിനാണ്? കേവ്സിന്റെയും അതുപോലെ തന്നെ സീ ആനിമൽസിന്റെയും വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യുറാനിയം തോറിയം ഡേറ്റിംഗ് ഉപയോഗിക്കുന്നത്. മറ്റു ഓപ്ഷൻ നോക്കിയാലോ, യുറാനിയം ഡേറ്റിംഗും അതുപോലെ തന്നെ കാർബൺ ഡേറ്റിംഗും. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഡേറ്റിംഗ് ആണ് ഈ കാർബൺ ഡേറ്റിംഗ്. എന്താണ് കാർബൺ ഡേറ്റിംഗ്? നമുക്കറിയാം, ഫോസിൽ ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ദ ടെക്നിക് യൂസ് ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ഫോസിൽസ്. ഫോസിലുകളുടെ വയസ്സ് അല്ലെങ്കിൽ പ്രായം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള ആ ടെക്നിക്കാണ് കാർബൺ ഡേറ്റിംഗ്. ദ ഏജ് ഓഫ് ഫോസിൽസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. വിവിധതരം ചെടികളുടെയും വിവിധതരം മൃഗങ്ങളുടെയും ഫോസിലുകൾ, അതിന്റെ ഏജ് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള ടെക്നിക്കാണ് കാർബൺ ഡേറ്റിംഗ്. എന്നാൽ മറ്റു ഓപ്ഷനായി യുറാനിയം ഡേറ്റിംഗ് എന്താണ്? അത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ദ ടെക്നിക് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദ ഏജ് ഓഫ് റോക്സ് ഫ്രം ദ മൂൺ. ഓർത്തിരിക്കുക, ചന്ദ്രനിലെ പാറക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ പാറകളുടെ വയസ്സ് നിർണ്ണയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വയസ്സ് തിരിച്ചറിയാൻ വേണ്ടി അല്ലെങ്കിൽ വയസ്സ് കണ്ടെത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് യുറാനിയം ഡേറ്റിംഗ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ 4 ഡേറ്റിങ്ങിനെ പറ്റി പറഞ്ഞു. യുറാനിയം തോറിയം ഡേറ്റിംഗ്, റുബീഡിയം സ്ട്രോംഷ്യൻ ഡേറ്റിംഗ്, യുറാനിയം ഡേറ്റിംഗ്, കാർബൺ ഡേറ്റിംഗ്. ഇത് 4 മാറിപ്പോരുത്. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ദ ടെക്നിക് യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഏജ് ഓഫ് കേവ്സ് ആൻഡ് സീ ആനിമൽസ് എന്നായിരുന്നു. അതാണ് യുറാനിയം തോറിയം ഡേറ്റിംഗ്. അപ്പോൾ നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ടും ചോദ്യം വരാറുണ്ട്. അതിൽ പ്രശസ്തമായ ചോദ്യമാണ്, ദ ഡിവൈസ് യൂസ്ഡ് ടു സ്ലോ ഡൗൺ ദ ഫാസ്റ്റ് മൂവിംഗ് സെക്കൻഡറി ന്യൂട്രോൺസ്. അതിവേഗത്തിൽ മൂവ് ചെയ്യുന്ന സെക്കൻഡറി ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഉപകരണം ഏതെന്ന് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വഴിയുണ്ട്, ചിലർ കേട്ടിട്ടുണ്ടാവും, ചിലർ കേട്ടിട്ടുണ്ടാവില്ല. ഫിസിക്സുമായി ബന്ധപ്പെട്ടവരൊക്കെ കേട്ടിട്ടുണ്ടാവും. മോഡറേറ്റർ എന്ന ഡിവൈസ് ആണ് ദ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു സ്ലോ ഡൗൺ ദ ഫാസ്റ്റ് മൂവിംഗ് സെക്കൻഡറി ന്യൂട്രോൺസ്. വളരെ പ്രധാനപ്പെട്ട വളരെ വിലപ്പെട്ട ചോദ്യമാണ്, നിങ്ങൾ ഓർത്തിരിക്കുക. ദ ഡിവൈസ് യൂസ്ഡ് ടു സ്ലോ ഡൗൺ ദ ഫാസ്റ്റ് മൂവിംഗ് സെക്കൻഡറി ന്യൂട്രോൺസ് ആണ് മോഡറേറ്റർ. എന്നാൽ ഈ മോഡറേറ്ററുകളായിട്ട് ഉപയോഗിക്കുന്ന സാധനം അല്ലെങ്കിൽ മോഡറേറ്റർ ഉപയോഗിക്കുന്ന കോമ്പണൻസ് എന്നത് വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. അതിൽ ഏറ്റവും മികച്ച എക്സാമ്പിൾ ആണ് ബോറോൺ ആൻഡ് കാഡ്മിയം റോഡ്സ്. റോഡ് ഓഫ് ബോറോൺ ആൻഡ് കാഡ്മിയം. കാഡ്മിയം ദണ്ടുകളും ബോറോൺ ദണ്ടുകളുമാണ് മോഡറേറ്ററുകളായിട്ട് ആണവ റിയാക്ടറുകളിൽ ഉപയോഗിച്ചു വരുന്നതെന്ന കാര്യം ഓർക്കുക. മറ്റൊന്നാണ് ഹെവി വാട്ടർ അല്ലെങ്കിൽ D2O. അതാണ് ഹെവി വാട്ടറിനെ ഉദ്ദേശിക്കുന്നത്. D2O അല്ലെങ്കിൽ ഹെവി വാട്ടർ, അത് മോഡറേറ്റർ ആയിട്ട് മറ്റൊന്ന് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഗ്രാഫൈറ്റ് ദണ്ടുകൾ. അപ്പോൾ 3 ദണ്ടുകളെ പറ്റി പറഞ്ഞു. ബോറോൺ ദണ്ടുകൾ, കാഡ്മിയം ദണ്ടുകൾ, ഗ്രാഫൈറ്റ് ദണ്ടുകൾ. പിന്നെ നോക്കുകയാണെങ്കിൽ റയർ ആയിട്ട് മാത്രമേ ഉപയോഗിച്ച് വരുന്ന അല്ലെങ്കിൽ നമ്മൾ ചോദ്യങ്ങളിൽ കണ്ടുവരാത്ത ഒരു സാധനമാണ് ബെറിലിയം ഓക്സൈഡ്. BeO2, ബെറിലിയം ഓക്സൈഡ്. ഇത് മോഡറേറ്റർ ആയിട്ട് ആണവ റിയാക്ടറിൽ ഉപയോഗിച്ച് വരുന്ന ഒരു വസ്തുക്കളാണെന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ നോക്കുകയാണെങ്കിൽ മോഡറേറ്റർ പറഞ്ഞു, മോഡറേറ്ററിനെ പറ്റിയാണ് ചോദ്യം വന്നിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നാലോ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതും?
ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ടു റിമൂവ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ന്യൂക്ലിയർ റിയാക്ടർ. പലർക്കും ഓപ്ഷൻ കണ്ടാൽ പലർക്കും ഓർത്തിരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഉത്തരം എഴുതാൻ പറ്റും. ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ടു റിമൂവ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ റിയാക്ടർ ആണവ റിയാക്ടറിലുള്ള ആ ചൂടിനെ നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ആ ഡിവൈസിനെ പറയുന്ന പേരാണ് കൂളന്റുകൾ. കൂളന്റ് എന്ന വാക്ക് തന്നെ കിട്ടും അതിന്. കൂളന്റ് എന്ന് വെച്ചാൽ കൂളിംഗ് എന്ന അർത്ഥം വിപുലമാക്കുന്നതാണ് കൂളന്റുകൾ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ കൂളന്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹീറ്റ് റിമൂവ് ചെയ്യാൻ. എന്നാൽ കൂളന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഒരിക്കൽ PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, SSC പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ദ കൂളന്റ് യൂസ്ഡ് ഇൻ ഹൈ ടെമ്പറേച്ചർ ബ്രീഡർ റിയാക്ടർ. അങ്ങനെയാണ് ചോദിച്ചത്. ദ കൂളർ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഹൈ ടെമ്പറേച്ചർ ബ്രീഡർ റിയാക്ടർ എന്ന് ചോദിച്ചാൽ അത് ലിക്വിഡ് സോഡിയം, ലിക്വിഡ് പ്ലൂട്ടോണിയം, ലിക്വിഡ് നൈട്രജൻ, ലിക്വിഡ് ഓക്സിജൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ കാണാം. അപ്പൊ തെറ്റിക്കാൻ പാടില്ല. ലിക്വിഡ് സോഡിയം എന്ന് പറയുന്ന കൂളന്റ് ആണ് ഉപയോഗിക്കുന്നത് ഹൈ ടെമ്പറേച്ചർ ബ്രീഡർ റിയാക്ടർ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറുള്ള ആണവ റിയാക്ടറുകളിൽ ഉപയോഗിച്ചു വരുന്ന കൂളന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ലിക്വിഡ് സോഡിയമാണ്. എന്നാൽ ഫ്യുവലായിട്ട് ഉപയോഗിക്കുന്നു ഇന്ധനം, ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ, ഏറ്റവും അതിവേഗത്തിൽ പ്രവർത്തിക്കുന്ന ആണവ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് കോമ്പൗണ്ട് ആണ് പ്ലൂട്ടോണിയം അതുപോലെ തന്നെ യുറാനിയം ഓക്സൈഡ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ദ ഫ്യൂവൽ യൂസ്ഡ് ഇൻ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ് പ്ലൂട്ടോണിയം അതുപോലെ തന്നെ യുറാനിയം ഓക്സൈഡ് ഉപയോഗിക്കുന്നു. ഇതിലെ മറ്റൊരു സുപ്രധാന പോയിന്റ് പറയാം. യുറാനിയം ഓക്സൈഡിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട് യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് യുറാനിയം ഓക്സൈഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ന്യൂക്ലിയർ റിയാക്ടറും അതുപോലെ തന്നെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ ഇൻ ഇന്ത്യയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അതാണ് അതിന് എന്താണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയാം. നമ്മൾ ഇത്രയും നേരം ന്യൂക്ലിയർ റിയാക്ടർ അല്ലെങ്കിൽ ആണവ റിയാക്ടർ ഒക്കെ പറഞ്ഞു. എന്താണ് ഈ ന്യൂക്ലിയർ റിയാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചെയിൻ റിയാക്ഷൻ, അതായത് മെല്ലെ നടത്തുന്ന അല്ലെങ്കിൽ ഒരു കൺട്രോൾഡ് മാനറിലും പതുക്കെ നടത്തുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ് നമ്മൾ ഈ ന്യൂക്ലിയർ റിയാക്ടർ. ദ ചെയിൻ റിയാക്ഷൻ ഈസ് അലൗഡ് ടു പ്രൊസീഡ് സ്ലോലി ആൻഡ് ഇൻ എ കൺട്രോൾഡ് മാനർ. ഒരു നിയന്ത്രിത രീതിയിലും അതുപോലെ തന്നെ പതുക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ആ ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ആ ഡിവൈസിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാൽ ഇത് കൂടാതെ ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആണവ റിയാക്ടറുകളിൽ മാത്രം ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് യുറാനിയം 233, യുറാനിയം 235, പ്ലൂട്ടോണിയം 239. ആ ഫോക്കസ് ഓൺ ദ നമ്പർ 233, 235, 239 എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ ആണെങ്കിൽ ഈ യുറാനിയം പ്ലൂട്ടോണിയം നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ദ ഫ്യൂൽ യൂസ്ഡ് ഇൻ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഫ്യൂൽ യൂസ്ഡ് ഇൻ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടറിൽ ഉപയോഗിക്കുന്നത് പ്ലൂട്ടോണിയം യുറാനിയം ഓക്സൈഡുമാണ്. എന്നാൽ ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ യുറാനിയം 233, യുറാനിയം 235, പ്ലൂട്ടോണിയം 239 എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഒരുപാട് തവണ PSC പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ദ ഫസ്റ്റ് അറ്റോമിക് റിയാക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ എവിടെയാണ്? അതിന്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക. മഹാരാഷ്ട്രയിലെ ട്രോംബെ എന്ന് പറയുന്ന സ്ഥലത്തെ അപ്സര എന്നതാണ് ഫസ്റ്റ് അറ്റോമിക് റിയാക്ടർ ഇൻ ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ ഫസ്റ്റ് അറ്റോമിക് റിയാക്ടർ ഇൻ ഇന്ത്യ ഈസ് അപ്സര വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ട്രോംബെ നിയർ മഹാരാഷ്ട്ര എന്ന കാര്യം ഓർത്തിരിക്കുക. ഫോർത്ത് ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഇന്ത്യ കൂടിയാണ് ഈ ന്യൂക്ലിയർ പവർ ഉപയോഗിച്ചുള്ള ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇന്ത്യയിലെ നാലാമത്തെ ഏറ്റവും വലിയ സ്രോതസ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഫോർത്ത് ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഇന്ത്യ ചോദിച്ചാലും അത് നമ്മൾ പറഞ്ഞ ന്യൂക്ലിയർ ഫിസിക്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ വെച്ചിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി വളരെ പ്രശസ്തമായ ഒരു ചോദ്യം പറയാം. ഏർലി റിയാക്ടേഴ്സ്, പണ്ട് കാലങ്ങളിൽ റിയാക്ടേഴ്സ് അറിയപ്പെടുന്ന പേര് ചോദിക്കാം. ഏർലി റിയാക്ടേഴ്സ് വെർ നോൺ ആസ്, ചോദ്യം ഇങ്ങനെയായിരിക്കും വരിക. ഏർലി റിയാക്ടേഴ്സ് വെർ നോൺ ആസ് അറ്റോമിക് പൈൽസ് എന്ന പേരിലാണ് ഏർലി റിയാക്ടേഴ്സ് മുൻകാലങ്ങളിൽ റിയാക്ടറുകളെ അറിയപ്പെട്ടിരുന്ന പേര് എന്ന കാര്യം ഓർത്തിരിക്കുക. വളരെ സുപ്രധാനമായ ചോദ്യമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ന്യൂട്രോൺ സോഴ്സ് ഈസ് ബെർലിയം മിക്സ്ഡ് വിത്ത്. എന്താണ് ന്യൂട്രോൺ സോഴ്സ്? നമ്മൾ പറഞ്ഞു സെക്കൻഡറി ഫാസ്റ്റ് മൂവിംഗ് ന്യൂട്രോൺ എന്ന് പറഞ്ഞു നേരത്തെ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ന്യൂട്രോൺ സോഴ്സ്? ന്യൂട്രോൺ സോഴ്സ് എന്ന് വെച്ചാൽ ബെർലിയത്തിനോടൊപ്പം പൊളോണിയം എന്ന് പറയുന്നത് മിക്സ് ചെയ്യുന്നതാണ് ഈ ന്യൂട്രോൺ സോഴ്സ് എന്ന് പറയുന്നത്. ന്യൂട്രോൺ സോഴ്സ് ഇത് ബെർലിയം മിക്സ്ഡ് വിത്ത് പൊളോണിയം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എക്സാമിനേഷൻ ഓറിയന്റഡ് ആയിട്ട് ഈ ന്യൂക്ലിയർ ഫിസിക്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരുപാട് ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് PSC പരീക്ഷയിൽ ആവർത്തിച്ചതും SSC പരീക്ഷയിൽ ആവർത്തിച്ചതും. അതിൽ ഏറ്റവും സുപ്രധാനമായ ചോദ്യം വന്നു കാർബൺ ഡേറ്റിംഗ്, യുറേനിയം ഡേറ്റിംഗ്, യുറേനിയം തോറിയം ഡേറ്റിംഗ് എന്ന കാര്യം വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. അതൊക്കെ PSC പരീക്ഷയിൽ ഒരുപാട് തവണ ചോദിക്കുന്ന, നിരവധി തവണ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ തെറ്റിക്കാൻ പാടില്ല.
അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക, മറ്റു സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൂടി ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്കായിട്ട് ക്വസ്റ്റ്യൻ പങ്കുവയ്ക്കുകയാണ്, നിങ്ങൾ ഇതിന്റെ ഉത്തരം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ചോദ്യം ശ്രദ്ധിക്കാം. അറ്റോമിക് ക്ലോക്ക് വാസ് ഡിസ്കവേർഡ് ബൈ ഹൂം? അറ്റോമിക് ക്ലോക്ക് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ ക്ലാസ് അല്ലെങ്കിൽ ഇത്തരം വെറൈറ്റി ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ മൈ എക്സാം എന്ന് പറയുന്ന ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്കൊക്കെ ചെറിയൊരു ഫീസ് അടച്ച് ചേരാവുന്നതാണ്. 7025008916 എന്ന താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ടെക്സ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കോഴ്സ് ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. എടുത്തു പറയാം, LDC 2019 ട്രെയിനിങ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2019 അഡ്മിഷനും ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വന്ന് ചേരാവുന്നതാണ്. വളരെ തുച്ഛമായ ഫീസാണ്. 6 മാസത്തേക്ക് 1500 രൂപയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഫീസ്. 6 മാസത്തേക്ക് 1000 രൂപ LDCയുടെ ഫീസുമാണെന്ന കാര്യം ഓർക്കുക. ഇത് കൂടാതെ മിഷൻ LDC യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കൂടാതെ LDC ദേവസ്വം, RRB ഗ്രൂപ്പ് ഡി, RTF പോലുള്ള എക്സാമിനേഷണൽ ട്രെയിനിങ്, മറ്റ് എല്ലാ കോമൺ ഡിഗ്രി ലെവൽ എക്സാമിനേഷണൽ ട്രെയിനിങ് ഞങ്ങൾ മൈ എക്സാം എന്നുള്ള ആപ്ലിക്കേഷനിലൂടെ നൽകുന്നതാണ്. താല്പര്യമുള്ളവർക്കൊക്കെ ഈ നമ്പറിലേക്ക് 7025008916 എന്ന ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ജില്ലയിൽ പരമാവധി 100 പേരെ എടുക്കുന്നുള്ളൂ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ വന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ കസ്റ്റമർ സർവീസ് വളരെ വൈഡ് ആക്കിയതുകൊണ്ട് തന്നെ കുറച്ച് സുഹൃത്തുക്കളെ കൂടി എടുക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ചേരാം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും അതുപോലെ തന്നെ LDCയിലുമാണ് ഈ ലിമിറ്റ് വെച്ചത്. അപ്പോൾ താല്പര്യം എത്രയും വന്ന് ചേരാം. കാരണം എല്ലാ ജില്ലകളിലും ഓൾമോസ്റ്റ് 100 ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ചുകൂടി കുട്ടികളെ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മാത്രം വന്ന് ചേരാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ കിട്ടുന്ന ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ദിസ് ഈസ് നിതിൻ സൈനിങ് ഔട്ട്. ബൈ ഫോർ നൗ.